അങ്ങനെ ദൈവത്തെക്കുറിച്ച് ചില ചിന്തകൾ, ചില അറിവുകൾ, ചില ബോധ്യങ്ങൾ, ചില അനുഭവങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ കോൺഷ്യൻസിൽ നിലനിൽക്കുമ്പോൾ തന്നെ നാളിതുവരെ ഉണ്ടാകാത്ത വിധം, നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വിധമുള്ള ഒരു വളരെ ഇഴയടുപ്പമുള്ള ഒരു ബന്ധം ദൈവവും മനുഷ്യനും തമ്മിൽ ഇന്ന് രചിക്കപ്പെടുകയാണ്. ദൈവം മനുഷ്യനായി അവതരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തിയായ ഗബ്രിയേൽ മാലാഖ മുഖാന്തരം മറിയാം എന്ന കന്യകയുടെ അടുക്കിലേക്ക് അറിയിച്ച ദിവസം. ആ സദ്വർദ്ധമാനത്തോട് ചേർന്ന് മാത്രമേ ഹോളി വീക്ക് ഉള്ളൂ. ഈ അറിയിപ്പുണ്ടായിരുന്നില്ലെങ്കിൽ, ഈ അറിയിപ്പിൻ്റെതായ അനന്തര ഫലങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നാം വിവക്ഷിക്കുന്നതായ ഹോളി വീക്കിലേക്ക്, കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ടി വരികയില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വർഷം മാർച്ച് 25 തിങ്കളാഴ്ച വരികയും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്നതായ പുണ്യദിനങ്ങൾ അതിനോട് ചേർന്ന് വരികയും ചെയ്തത് ഒന്നിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ അറിവിനും നമ്മുടെ തിരിച്ചറിവിനും നമ്മുടെ ആരാധനയ്ക്കും വളരെ അർത്ഥമിഴിവേകുന്ന ഒരു സംഭവമാണ്. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാം. എന്താണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ തലങ്ങൾ? എന്തിനാണ് ദൈവം ഇങ്ങനെ മനുഷ്യരോട് ബന്ധപ്പെടുന്നത്? ഈ ചിന്തകൾ അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയത്തിൽ ഉന്നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ച് വളരെ ആഴമേറിയതും ഹൃദയസ്പർശിയും ഹൃദയകാരിയുമായ ആരാധനാ പാരമ്പര്യത്തിൽ ലയിച്ച് നാം അതിൻ്റെ ഭാഗമായി അങ്ങനെ തീരുന്ന അവസരങ്ങളിൽ സഭ ആദ്യമായി ഇതൊക്കെയും ഇതിന് രൂപം നൽകി. ഇതിന് പിന്നിൽ എന്ത് തരത്തിലുള്ള ചിന്തകൾ കൂടിച്ചേർന്നാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഒരു നിർത്തൽ നടത്തി ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള ഒരു സന്ദർഭമായി ഈ സന്ധ്യയെ ഞാൻ കരുതുകയാണ്. 3 ഉൾബോധ്യങ്ങൾ ഉണ്ടാകണമെന്ന് എൻ്റെ എളിയ അഭിപ്രായം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്നാമത്, ദൈവം മനുഷ്യനായി തീർന്നു. God became a human being. ദൈവം മനുഷ്യനായി തീർന്നു. മനുഷ്യാവതാരത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ ക്രിസ്തീയ സഭയുടെ പാരമ്പര്യത്തിൽ വേദപുസ്തക വിവരണം കഴിഞ്ഞാൽ ശ്രദ്ധേയമായി ലഭിക്കുന്നത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധനായ അത്താനാസ്യൂസിൻ്റെ ഒരു ലേഖനത്തിലാണ്. പിന്നീട് അതിനേക്കാൾ ശ്രേഷ്ഠവും ഉദാത്തവുമായ രചനകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴമേറിയ വശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ശ്രദ്ധേയം എന്നാൽ ലഘുവായ ഒരു രേഖ അതാണ്. മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മക്കാറിയോസ്, അനുഗ്രഹീതൻ, ബ്ലസ്സഡ്
എന്ന നാമത്തിലുള്ള ഒരു വ്യക്തിക്ക് താൻ വിശ്വസിക്കാൻ പോകുന്ന, താൻ വിശ്വസിക്കുന്നതായ അതിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്താണെന്ന് വളരെ സുന്ദരമായും ലളിതമായും വിവരിക്കുന്ന ഒരു കൃതിയാണത്. അതാരംഭിക്കുമ്പോൾ തന്നെ വിസ്താര ഭാരമുണ്ടാകുമെന്നുള്ള ഭയത്താൽ പണ്ഡിതനായ അത്താനാസിയോസ് ചില പ്രീസപ്പോസിഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗം വിവരിക്കാതെ വിടുകയാണ്. വീണ്ടെടുപ്പുണ്ടാകണമെങ്കിൽ ആദ്യമേ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ആർക്കുണ്ടായി? വീഴ്ച സൃഷ്ടിക്കുണ്ടായി. സൃഷ്ടി എവിടെ നിന്നുണ്ടായി? സൃഷ്ടി ദൈവത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ മകുടമായ, അതിൽ സവിശേഷതയുള്ള സൃഷ്ടിയായ മനുഷ്യരുമായുള്ള ദൈവത്തിൻ്റെ ബന്ധമെന്ത്? ഒരു വിധത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് മാത്രം ഉരുവിട്ട് 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 ചിന്തിച്ചു നോക്കുകയെ, വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട. ഓർത്തഡോക്സ് സഭയുടെ പൗരസ്ത്യമായ ചിന്തയുടെ ഏറ്റവും ആഴമേറിയ ഒരു താലന്താ. അത് വിവരിക്കാൻ പോയാൽ നമുക്ക് വിവരിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അത് ചിത്രമെഴുത്തിൽ കൂടെ രേഖപ്പെടുത്താൻ കഴിയുന്നവർ ചിത്രമെഴുത്തിലൂടെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എഴുതാൻ സാമർഥ്യമുള്ളവർ ആവശ്യമായി വന്നതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അത് ഗാനങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്നവരെ ഗാനരൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഥകളിയിലൂടെ അത് അവതരിപ്പിക്കാൻ കഴിയുന്നവരെ കഥകളിലൂടെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. കഥകളിയിലൂടെ അത് അവതരിപ്പിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിലുണ്ട്. അങ്ങനെ വിവിധമായ മാർഗങ്ങളിലൂടെ ദൈവമനുഷ്യ ബന്ധത്തെ ഒന്ന് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമാകാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അത്രമാത്രം ആഴമേറിയതാ. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അങ്ങനെ ഒരു 5 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈ ചൊല്ലുന്ന, ഈ ഏറ്റുപറയുന്ന എനിക്കതിൽ പങ്കില്ലേ എന്നൊരു ചോദ്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ദൈവം ഉന്നതങ്ങളിൽ അദൃശ്യനും അരൂപിയും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും ഇങ്ങനെ വിരാജിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മളുമായുള്ള ബന്ധത്തിന് വലിയ അർത്ഥമില്ല. നമ്മളുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നിന്ന് അവൻ ഭൂമിയിലേക്ക് അവതരിച്ചു. എന്ത് ശ്രേഷ്ഠമായ ഒരു വിശ്വാസമാണിത്! ലോകത്തിൽ ഒരിടത്തും ഇത് ഇല്ല. അതുകൊണ്ടാണ് അത്താനാസിയോസ് ആ മനുഷ്യനോട് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഒരു ചെറിയ താല്പര്യമുണ്ട്. വിശ്വാസം, ഒന്നും വിശ്വസിക്കാത്ത ആളുകളെ വെച്ച് നോക്കുമ്പോൾ എന്തിലൊക്കെ വിശ്വാസമുണ്ട്, ആകട്ടെ എന്നൊരു പറച്ചിലുണ്ട്. 2, ദൈവത്തിൽ വിശ്വാസമില്ല, അപ്പം എന്തോ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത്രയെങ്കിലും ആയിക്കോട്ടെ, ആകട്ടെ. അർത്ഥമില്ല. In what God you believe and what you believe, ഇതിനെക്കുറിച്ച് ഉത്തമമായ ബോധ്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം. ബോധ്യമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും വലിയ അബദ്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും അതിൻ്റെ സാങ്കത്യവും അതിൻ്റെ സാരാംശവും അറിയാതെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന വലിയൊരു സമൂഹത്തെ അന്ധതമസിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാട്ട് ഡു യു ബിലീവ്? നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു? നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു? സത്യ ഏകദൈവമായി നിന്നിൽ വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ. സത്യ ഏക ദൈവമായി നിന്നിൽ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ.
ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ, ദൈവത്തെ ഒന്ന് ആരാധിക്കണമെന്ന് തോന്നുമ്പോൾ, ഞാൻ എന്തിന് ദൈവത്തെ ആരാധിക്കണമെന്ന് തോന്നുമ്പോൾ ആണ് ആ ചോദ്യം വരുന്നത്. അത് വരുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാ. ഞാൻ ഒരു നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുന്നത് പോലെയാ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ. ദൈവത്തെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് ആ കണ്ണുകടയിലേക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം എന്നെ രക്ഷിപ്പാൻ ഞാനായി രൂപാന്തരപ്പെട്ടത്, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ.